വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്റ്റുകൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് നമുക്കൊരു STOയിൽ നമുക്ക് വരുന്നത്. അതായത് ഇപ്പോൾ സോഷ്യോളജി ആണെങ്കിലും അല്ലെങ്കിൽ BA മലയാളം ആണെങ്കിലും ഇനി മറ്റേത് സബ്ജക്റ്റുകളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സെമിസ്റ്റർ വൈസ് ആണ് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഓരോ സെമിസ്റ്ററിലും ഓരോ പേപ്പേഴ്സ്, നിങ്ങൾക്ക് ഇപ്പം എത്ര പേപ്പേഴ്സ് വരുന്നുണ്ടോ അത്രയും പേപ്പേഴ്സ് മാത്രം നിങ്ങൾക്ക് എഴുതിയെടുത്താൽ മതി. പിന്നെ അടുത്ത സെമിസ്റ്റർ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈം അനുസരിച്ച് ബാക്കി പേപ്പേഴ്സ് എഴുതിയെടുത്താൽ മതി. അപ്പം നമുക്ക് സെമിസ്റ്റർ വൈസും ആണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എക്സാം എഴുതാനും വേണ്ടി സാധിക്കും. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇയർ ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഇനിയിപ്പം ഏജ് ഒരുപാടായിട്ടുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു STO ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഏജ് ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് എത്ര ഏജ് ഗ്യാപ്പ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് മാത്രമാണ് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. അതുപോലെ തന്നെ പലർക്കും വരുന്നൊരു സംശയമാണ് നമുക്ക് ബുക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പം നിങ്ങളിപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി സെന്റർ ഉണ്ടായിരിക്കും, ലേണിംഗ് സപ്പോർട്ട് സെന്റർ ഉണ്ടായിരിക്കും. ലേണിംഗ് സപ്പോർട്ട് സെന്റർ വഴിയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ പോസ്റ്റലായിട്ട് ഷെയർ ചെയ്ത് തരാം. പിന്നെ അത് മാത്രമല്ല, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. കാരണം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് ആയി മാറത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും നമുക്ക് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം സോഷ്യോളജി ആണെങ്കിലും അതല്ല മലയാളം ആണെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും ഈ ഒരു കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്